സിജോനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പേ സായി കൃഷ്ണയുടെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ആദ്യം വ്യക്തമാക്കുന്നത്. ജാസ്മിന്റെ കുറച്ച് അടവുകളാണ് എനിക്ക് ഇതിലൂടെ ക്ലിയർ ചെയ്യാനുള്ളത്. അതായത് വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന 6 പേരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിനെ പറ്റിയും വ്യക്തമായ ഒരു ധാരണയുള്ളതും അഭിപ്രായം പറയുന്നതും അത്യാവശ്യം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ് സായി കൃഷ്ണ എന്ന് ജാസ്മിന് വ്യക്തമായി മനസ്സിലായി. മാത്രമല്ല ഇവരൊരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇവർക്ക് പുറമെ വെച്ച് നല്ല പരിചയം ഉണ്ടാവാം. എന്തിന്റെ പേരിലായാലും ജാസ്മിൻ ആദ്യമേ തന്നെ ഓടി സായി കൃഷ്ണയുടെ അടുത്ത് വരികയാണ്. ഇവര് തമ്മിൽ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുകയാണ്. ഒരു കസേര ഓപ്പോസിറ്റ് ഇരുന്ന് മുഖത്തോട് മുഖം നോക്കി അവരിരുന്ന് അതിന്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ജാസ്മിന് പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ആക്രാന്തവും ഇതൊക്കെ തോന്നുന്നുണ്ട്. അപ്പോ സായി അത് കംപ്ലീറ്റ് പുറത്ത് പറയാൻ വേണ്ടി മാക്സിമം സായിയെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് പതുക്കെ പതുക്കെ സായിയുടെ മുട്ടിൽ തടവുന്നുണ്ട്, കയ്യിൽ പിടിക്കുന്നുണ്ട്, തോളിൽ തട്ടുന്നുണ്ട്. നമ്മളെല്ലാരും മനുഷ്യരാണ്, നമ്മളെല്ലാരും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ദേഹത്തോടും ടച്ച് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ ഇതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. സായിയുടെ വായിൽ നിന്ന് എല്ലാം വീഴാനും തൊടുന്നതിനനുസരിച്ച് സായി അലിഞ്ഞു പോവാനും കുബുദ്ധി ഉപയോഗിച്ച് ജാസ്മിൻ ചെയ്ത പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ ക്ലിപ്പിംഗ്സുകൾ എനിക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് അറിയില്ല. എന്നാലും നിങ്ങൾക്ക് സായി കൃഷ്ണ വന്ന എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, അത് വ്യക്തമായി അതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. ജാസ്മിൻ സംസാരിക്കുന്നതിനിടയിൽ സായി കൃഷ്ണയുടെ കയ്യിൽ പിടിക്കുന്നു, മുട്ടിൽ തടവുന്നു. ഇതിലൂടെ അവൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ പരമായിട്ട് അവര് കൂടുതൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സായി ഒന്ന് പതപ്പിച്ചു കഴിഞ്ഞാൽ സായിയുടെ വായിൽ നിന്നെല്ലാം ഇങ്ങ് വീഴും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ജാസ്മിന്റെ അടവ് ജാസ്മിൻ ഇറക്കിയത്. അപ്പൊ ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ അടവിൽ മയങ്ങി വീണു പോയതാണ് സായി കൃഷ്ണ. അങ്ങനെ സായി കൃഷ്ണ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് 1 അല്ല 2 അല്ല, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 3 വട്ടം വോൺ ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ, 2 വട്ടം എന്തായാലും വോൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വോൺ ചെയ്തു. പിന്നെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയും വന്നു. അപ്പൊ ഇതില് ജാസ്മിന്റെ കുബുദ്ധി വർക്കാവുകയും ചെയ്തു. വെളിയിൽ നിന്ന് അഭിപ്രായം പറഞ്ഞിട്ട് അകത്ത് കയറിയെന്ന് കളിച്ചപ്പോ സായിയുടെ കയ്യിൽ നിന്നെല്ലാം പോവുകയും ചെയ്തു. സായി വന്ന് ജയിലിൽ കിടക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ ഇരയാണ് സിജോ. ഈ സിജോയുടെ കാര്യമാണ് ഞാനിപ്പോ പറയണം എന്നുദ്ദേശിച്ചത്. സിജോ ഇവിടെ വന്ന് പെട്ടിയും പ്രമാണമൊക്കെ എടുത്തോണ്ടെങ്കിൽ അകത്ത് കയറിയതേ ഉള്ളൂ. ഓടി വന്ന് വെളിയിൽ നിന്നുള്ള കാര്യങ്ങൾ സായിയുടെ അടുത്ത് ഇറക്കി അടവ് കാണിച്ച് അറിയാന്ന് വിചാരിച്ചു. അതിനു മുമ്പേ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ജാസ്മിൻ എന്താണ് അറിയാനുള്ളത്. ചീഞ്ഞളിഞ്ഞെന്ന് വെച്ചാൽ ചീഞ്ഞളിഞ്ഞ് നാറി എല്ലാരും കൂവി ചമ്മി. ഇവക്കൊരു വിചാരമുണ്ട്, ഇവക്ക് ട്രോഫി എടുത്ത് കയ്യിൽ കൊടുക്കുമെന്ന് ആരോ മുദ്ര പേപ്പറിൽ എഴുതി കൊടുത്തിട്ടാണ് ഇവളിനകത്ത് കളിക്കാൻ വന്നതെന്ന് അവക്കൊരു വിചാരമുണ്ട്. ജനങ്ങളാണല്ലോ അത് തീരുമാനിക്കാനായിട്ട്. എന്തായാലും ഇനി രണ്ടാമത്തെ ഏരാന്ന് പറയുന്നത്, രണ്ടാമത്തെ ജയിലിൽ പോണ ആള് സിജോ. എനിക്ക് തോന്നുന്നു സിജോ അങ്ങനെയൊന്നും മയങ്ങി വീണു പോണ ആളൊന്നും അല്ല. സിജോയ്ക്ക് മനസ്സിലാവും ഇവള. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, സായി കൃഷ്ണ വന്ന ദിവസവും ഇതുപോലെ സായി കൃഷ്ണന്റെ അടുത്ത് വന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്നു, കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു, പതുക്കെ പതുക്കെ ദേഹത്ത് ടച്ച് ചെയ്തു തുടങ്ങുന്നു, കാര്യങ്ങൾ അറിയുന്നു. ഇതേ പാറ്റേൺ തന്നെ സിജോയുടെ അടുത്ത് ഇറക്കാൻ നോക്കി. അതായത് സിജോ വരുന്നു, സിജോയുടെ അടുത്ത് സംസാരിക്കാൻ ഉണ്ടെന്ന് പറയുന്നു, സിജോയുടെ അടുത്തിരിക്കുന്നു, സംസാരിച്ചു തുടങ്ങുന്നു. ഉടനെ തന്നെ ബിഗ് ബോസ് അത് ബ്ലോക്ക് ചെയ്യുന്നു. ഇത് നാടകമാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്നാലും ബിഗ് ബോസ് അത് ബ്ലോക്ക് ചെയ്തു. അപ്പൊ ഇത് അവളുടെ അടവാണ്. ഇത് ബിഗ് ബോസ് അത് ബ്ലോക്ക് ചെയ്തില്ല എന്നുണ്ടായിരുന്നെങ്കിൽ സംസാരിച്ച് പോയിട്ട് ഇനി സിജോയിന്റെ മുട്ടിലും തടവി കൊടുക്കും, കയ്യിലും പിടിച്ച് തടവി കൊടുക്കും, സിജോയും വെളിയിലുള്ളത് പറയും എന്നാണ് ജാസ്മിൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു സിജോ അത്രയ്ക്ക് മാത്രമുള്ള ബുദ്ധിയുള്ള ആളാണോ അതെനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴും സായി കൃഷ്ണ പറഞ്ഞു കൊടുത്തതുപോലെ എല്ലാം വെളിയിൽ നിന്നുള്ള കാര്യങ്ങൾ സിജോ പറയോ എന്നുള്ളതിൽ എനിക്ക് ഡൗട്ടുണ്ട്.